തോപ്പിച്ച് മുന്നിൽ കയറിയ സുബ്രഹ്മണ്യയുടെ പിന്നെ കല്യാണത്തിലാണ് ഡിഗ്രി കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ കല്യാണാലോചന വന്നു. മലപ്പുറത്തേക്കാണ്. മലപ്പുറത്ത് കുവൈറ്റിൽ ബിസിനസ് നടത്തുന്ന ഒരാൾ കല്യാണം കഴിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മോള് ജനിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 2 കുട്ടികൾ. അങ്ങനെ മൊത്തം എനിക്ക് 3 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2ാമത്തെ മോൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. പിന്നെ മോള് ബിടെക് കഴിഞ്ഞിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു. മരുമകൻ ദുബായിൽ തന്നെ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2ാമത്തെ മകൻ ഏവിയേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെന്നൈ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 2 കുട്ടികളടങ്ങുന്നതാണ് ഇപ്പോഴത്തെ ചെറിയ കുടുംബം. പിന്നെ ഹസ്ബൻഡ് 35 വർഷം വീട്ടിൽ വർക്ക് ചെയ്യുന്ന ബിസിനസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലാണ്. ഞങ്ങൾ 2 നാട്ടിൽ ഒറ്റയ്ക്കുള്ള സ്വസ്ഥ ഗൃഹഭരണമായിട്ട് തന്നെ പോകും. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡിന് നമ്മുടെ ഫസ്റ്റ് ഗെറ്റുഗതർ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഹസ്ബൻഡിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് വരാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല. പ്രാവശ്യം എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് കാണാമെന്ന് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം എനിക്ക് ആരെയും കാണാൻ പറ്റിയിട്ടില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ നമ്മുടെ വക്കീലിനെങ്കിലും, കാര്യം വക്കീലായതുകൊണ്ട് വക്കീലിനെയും വർക്കിന് എഴുതിയതിനൊക്കെ അറിവായിരിക്കും എന്ന് കരുതി ഞാൻ പലരോടും ചോദിച്ചു. പക്ഷേ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ എൻ്റെ മദർ കഴിഞ്ഞ 2 വർഷം മരിച്ചപ്പോൾ പേപ്പർ കട്ടിങ് കണ്ടിട്ട് ബീന ആണെന്ന് തോന്നുന്നു ഇതിന് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ സംഘാടകരെയൊക്കെ അറിയിച്ചു. പിന്നെ സുനിത, നമ്മുടെ സുനിത എൻ്റെ ബ്രദർ തട്ടാമലയിലാണ് താമസം. പിന്നെ സുനിത ചേട്ടൻ്റെ വീട്ടിൽ വന്നു. അതുപോലെ അനില നമ്മൾ ഇതിലൊന്നും പങ്കെടുക്കാറില്ല എന്ന് തോന്നുന്നു. അങ്ങനെ അനില വന്നു. അങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടി, എന്നെ കോണ്ടാക്ട് ചെയ്തു, എന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അങ്ങനെ 35 വർഷത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും കാണാൻ കഴിഞ്ഞ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ മമ്മി മരിച്ചതിൻ്റെ ഒരു വിഷമം ഒരു കണക്കിന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ എല്ലാവരെയും തിരിച്ചു കിട്ടി. അത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. കാര്യം എൻ്റെ മമ്മി മരിച്ച ആ ഒരു കെയർ ഓഫിലാണ് എനിക്കിതിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു വിഷമത്തിന് പകരമായി പഠിച്ച് എനിക്ക് തന്നതായിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ ടൈമുകളിപ്പോൾ കടന്നു പോകുന്നത് പല വിഷമഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരു തരത്തിലൊരു സന്തോഷം വരുന്നതാണ് നമ്മുടെ ഈ ഗ്രൂപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചിട്ടും അസൂയയും കുശുമ്പും അതും ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ടും പാട്ട് പാടിയിട്ടും അങ്ങനെ സമയം പോകുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം താങ്ക്സ് ഉണ്ട്. ശ്യാമവർണ്ണൻ വാനുകിലേ വാനിനി വന്നു നിന്നാലോ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കടനം നിറയും യമുനാ നദിയായി വാനുകിലേ വാനിനി വന്നു നിന്നാലോ മകളിൽ ശ്യാമവർണ്ണൻ പണ്ടു നിന്നെ കണ്ട നാളിൽ പീനീർത്തി മാനസം പണ്ടു നിന്നെ കണ്ട നാളിൽ പീനീർത്തി മാനസം
മന്ദഹാസം ചന്ദനമായി മന്ദഹാസം ചന്ദനമായി ഹൃദയരമണ എന്നെൻ്റെ വരിയിൽ കൊഴിഞ്ഞു പുഷ്പങ്ങൾ ജീവന്റെ താരങ്ങൾ വാരുകിലേ വാരിൽ വന്നു നിന്നാരോമകളിൽ ശ്യാമവർണ്ണൻ അന്നു നീയൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം അന്നു നീയൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം തേക്കിനാക്കൾ നന്ദനമായി തേക്കിനാക്കൾ നന്ദനമായി നളിനനയന പ്രണയവിരഹം നിറഞ്ഞ വാഴി പൂർമോടി വാമുകിലേ വാരിണി വന്നു നിന്നാരോമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കടലും നിറയും യമുനാ നദിയായി മിഴിവഴിയും വാമുകിലേ വാരിണി വന്നു നിന്നാരോമകളിൽ ശ്യാമവർണ്ണൻ. വിരഹ ദുഃഖം. Been
സംഗമത്തിൽ പങ്കുചേരാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. മഴയ്ക്ക് ഞാൻ മീനൊക്കെ കൈമാറും.
ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ കണ്ട ഏവർക്കും നന്ദി. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.